പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ സാധാരണക്കാരനായ ക്രൈസ്തവ യുവാവിന് നേരെ പോലീസിന്റെ വെടിവെപ്പ്. റാവൽപിണ്ടിയിൽ ബൈക്ക് ടാക്സി ഡ്രൈവറായ അല്യൻ ജോൺസൺ എന്ന യുവാവിന് നേരെയാണ് പോലീസിന്റെ വെടിവെപ്പുണ്ടായത്. മെയ് 26 രാത്രി റാവൽപിണ്ടിയിലെ സാദിഖാബാദിലായിരുന്നു സംഭവം നടന്നത്. പാക് പോലീസിന്റെ പ്രത്യേക വിഭാഗമായ ഡോൾഫിൻ ഫോഴ്സാണ് ഈ ക്രൂരതയ്ക്ക് പിന്നിൽ. ശുചീകരണ തൊഴിലാളിയായ തന്റെ പിതാവിനെ സഹായിക്കാനാണ് അല്യൻ 6 മാസം മുൻപ് ബൈക്ക് ടാക്സി ഓടിക്കാൻ തുടങ്ങിയത്. സംഭവ ദിവസം രാത്രി ഒരു യാത്രക്കാരനെ ഇറക്കിവിട്ട ഉടനെയാണ് പോലീസ് മറ്റൊരു കുറ്റവാളിയെ പിന്തുടർന്ന് അവിടെ എത്തിയത്. പ്രതി വെടിയുതിർത്ത് ഓടിയതോടെ പോലീസ് തലങ്ങും വിലങ്ങും വെടിവെക്കുകയായിരുന്നു. താൻ വെറുമൊരു ഡ്രൈവർ മാത്രമാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് അല്യൻ കൈകൾ ഉയർത്തി നിന്നെങ്കിലും പോലീസ് വെടിവെപ്പ് തുടർന്നുവെന്ന് കുടുംബം പറയുന്നു. യുവാവിന്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ സംഭവത്തോടെ പാകിസ്ഥാനിലെ വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായി. കത്തോലിക്ക സഭയുടെ നീതിക്കും സമാധാനത്തിനു വേണ്ടിയുള്ള കമ്മീഷൻ ഭാരവാഹികൾ അല്യന്റെ കുടുംബത്തെ സന്ദർശിച്ച് പിന്തുണ അറിയിച്ചു. പാവപ്പെട്ടവർ ജീവിക്കാൻ മാർഗം കണ്ടെത്തുമ്പോൾ സംസ്ഥാനം കൂടുതൽ കരുണയോടെ പെരുമാറണമെന്നും ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് പാകിസ്ഥാന്റെ കണക്കുകൾ പ്രകാരം പഞ്ചാബ് പ്രവിശ്യയിൽ പോലീസ് നിരപരാധികളെ വ്യാജ ഏറ്റുമുട്ടലുകളിലൂടെ കൊലപ്പെടുത്തുന്നത് പതിവായിരിക്കുകയാണ്. സംഭവം വിവാദമായതോടെ 4 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ പ്രത്യേക സംഘം ആശുപത്രി സന്ദർശിച്ച യുവാവിന്റെ ചികിത്സാ ചെലവുകൾ സർക്കാർ വഹിക്കുമെന്ന് ഉറപ്പു നൽകി. എങ്കിലും പോലീസിന്റെ ഈ ക്രൂരതയ്ക്കെതിരെ രാജ്യത്തെ ക്രൈസ്തവ സംഘടനകൾക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്.